ഹായ് ഗൈസ്, എല്ലാവർക്കും OSP ഡഗൗട്ടിലേക്ക് സ്വാഗതം. 1 vs 3 ലാസ്റ്റ് പാർട്ടാണ്. വിനു vs 3 ആണ്. ഇനി ലാസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി അമ്മമാരെ ബാറ്റിംഗ് ലൈനപ്പ് ഒന്ന് നോക്കിയാൽ മതി. ആരൊക്കെയാണ് അവസാനം നമുക്ക് ലൈനപ്പ് തീരുമാനിക്കാം. ഫസ്റ്റ് അല്ല നന്ദുവിനാണ് എല്ലാത്തിലും. മൈ ഗോഡ്, നന്ദുവിനാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമതാരം നോക്കാം. ശ്രീകാന്ത്. ഓ, അഖിൽദാസ് ആണ് ഏറ്റവും ലാസ്റ്റ്. ലാസ്റ്റ് വേണോടാ. എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവസാനമൊക്കെ അറിയുമ്പോൾ സാധാരണ ഞാൻ ചോദിച്ചാൽ ലാസ്റ്റ് വേണോന്ന്. എല്ലാരെയും ഫസ്റ്റ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. നീ സ്റ്റാർ ബാറ്റ്സ്മാൻ അല്ലേടാ? എല്ലാരെയും ഗ്ലൗസ് ഇട്ടാ പിന്നെ നിന്നെ പിടിച്ചാ കിട്ടൂ. ഒന്നുമില്ലെങ്കിലും ടെക്നോ പാർക്കിൽ 17 ബോളിൽ 14 എടുത്തില്ലേ? ആ ഒരു സ്പിരിറ്റ്. അതിനുശേഷം ഇവിടെ വന്ന് തുടങ്ങി എനിക്ക് ഓർമ്മ നീ കേട്ടാ. അപ്പോൾ ഫസ്റ്റ് ഓവർ എറിയാൻ വേണ്ടിയിട്ട് വിനു തയ്യാറായി നിൽക്കുകയാണ്. BRനെതിരെയാണ് ഫസ്റ്റ് ഓവർ. എന്താണ് ഇതിന്റെ സ്ട്രാറ്റജി? ഒരു സ്ട്രാറ്റജി ഇല്ല, തളരാതെ എറിയുക. എനിക്കൊരു സ്ട്രാറ്റജി ഉള്ളൂ. എത്ര റൺസാണ് നീ മാക്സിമം പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എടുക്കാറായോ? 18. My expectations are low about me. Okay, sorry. നീ ബൗൺസ് ഒന്നും അധികം ട്രൈ ചെയ്യണം, ഓഫിൽ വെച്ച് പോയാൽ മതി. എന്താണ് വിനുവിനെ നേരിടാൻ നിന്റെ ടാക്ടിക്സ്? എത്ര റണ്ണ് നിനക്ക് എടുക്കാൻ പറ്റും? നോക്കും ഞാൻ, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും പറയണില്ല. കാരണം ഫസ്റ്റ് ഓവറൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് അറിയുന്ന സമയമാണ്. അതാ നിർഭാഗ്യമാണെന്നാണ് ഈ റൺ എടുക്കാത്തത്. നിർഭാഗ്യത്തെയാണ് നന്ദു PR പഴിക്കുന്നത്. എല്ലാരും സ്വന്തം കഴിവിനെ വിശ്വാസമില്ല. എല്ലാരും അഖിൽദാസിനെ പോലെ ആവില്ലല്ലോ. എല്ലാരും മറ്റേ പഴം പോലെ ഇട്ടരുമല്ലോ. അതെ, സ്വന്തം കഴിവിനെ അവന് വിശ്വാസമില്ല. പുറത്തുള്ള ബോളായിരിക്കും. ഓ, കൊള്ളാം ബോളിങ്, നല്ല ബോള്. ബോൾ കണ്ടില്ല. ഫസ്റ്റ് ബോള് നന്ദു PR കണ്ടില്ല. ഒരു ഈസി ബോളായിരുന്നു. പക്ഷേ സെക്കൻഡ് ബോൾ ഒരു 6. സെക്കൻഡ് ബോൾ 6 അടിച്ചിരിക്കുകയാണ്. ഒരു 6. 2 ബോൾ 6 റൺ. ഓക്കെ, 3 ബോൾ 7 റൺസ്. 3 balls 7 runs. ഓ, വീണ്ടും ഒരു 6. നീ സ്റ്റമ്പിൽ തന്നെ ബോൾ എറിഞ്ഞു. 4 ബോൾ സ്ലോട്ടിലായി പോയടാ. 4 ബോൾ 13 റൺസ്. And that's a 4. 5 ബോൾ 17. ഒരു വിക്കറ്റ് എടുത്താൽ 2 റൺസ് കുറയ്ക്കാം. ചേഞ്ച് ഓഫ് സ്ട്രാറ്റജി. എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, 2 സ്ലോട്ടിൽ തന്നെ കിട്ടി. ഇല്ലെങ്കിൽ അടിക്കൂലേ. ഗൈസ്, സാഹചര്യങ്ങളാണ് നന്ദു PR ഈ സ്കോർ എത്തിക്കുന്നത്. ബൗൾഡായാ? ബോൾഡ് സ്റ്റംപി കൊണ്ടാ? ഓ ഗൈസ്, അത് സ്റ്റംപി കൊണ്ട്. അപ്പൊ 2 റൺസ് കുറച്ചു, 15 റൺസ്. ഗൈസ്, അപ്പോഴും നന്ദു PR മുക്കി 15 റൺ എടുത്തിരിക്കുകയാണ്. എൻ്റെ ബോളെല്ലാം സ്ലോട്ടിലായിരുന്നു കേട്ടോ. എല്ലാം കറക്റ്റ് സ്ലോട്ടാണ്. മറ്റേ ബോൾ കറക്റ്റ് സ്ലോട്ടായിരുന്നു. ഗൈസ്, അടുത്തതായിട്ട് ശ്രീകാന്ത് ബാറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ശ്രീകാന്ത് ജയിക്കാൻ 16 റൺ മതി. ഓ ഗൈസ്, നല്ല ബോൾ. ഗൈസ്, ഫസ്റ്റ് ബോൾ ഡോട്ടാക്കിയിരിക്കുകയാണ്. നല്ലൊരു ബോൾ എറിഞ്ഞ് വൈഡ് ബോൾ. ഗൈസ്, വിനുവിൻ്റെ ടാക്ടിക്സ് എല്ലാം ഓഫ് സ്റ്റമ്പിൻ്റെ പുറത്തറിയാനാണ്. ശ്രീകാന്ത് മിഡിൽ സ്റ്റംപ് ബേസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. നോക്കാം. 2 മോളിൽ തട്ടി. 2 ബോൾ 2 റൺ. 2 ബോൾ 2 റൺ. അല്ല ബോൾ ഇങ്ങോട്ട്. 3 ബോൾ 2 റൺ. ബൈ. 8 റൺ. 4 ബോൾ 8 റൺ. എന്താടാ, എല്ലാത്തിനും ഇഞ്ചുറിയാണ് ഗൈസ്. വിനുവിൻ്റെ ഹാംസ്ട്രിങ് പിടിച്ചെന്ന് തോന്നുന്നു.
ബോളല്ല. അല്ലല്ല, നോ ബോളാണോ? ഡിപ്പ് -2. ഗൈസ് അതിപ്പം നമ്മുടെ ശ്രീകാന്തിന് വന്നത് അത് പക്ഷേ ഡിപ്പ് ആയതുകൊണ്ട് നോ ബോൾ കൊടുക്കാൻ പറ്റൂല. അപ്പം ശ്രീകാന്ത് 10 റൺ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ദാസന് ജയിക്കാൻ 16 റൺ വേണം. കാരണം ഞാൻ 15 റൺ എടുത്തുകൊണ്ട് 16 റൺ ദാസന് വേണം ജയിക്കാനായിട്ട്. സോ വിനുവിനും ഇഞ്ചുറിയാണ് ഗൈസ്, ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണെന്ന് തോന്നുന്നു, കിടന്ന് പിടിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ദാസന് ചാകരയാണ്. ഇഞ്ചോർഡ് ബോളേഴ്സാണ് എല്ലാം എറിയുന്നത്. ഞാൻ 10 റൺസ് എടുത്തോളൂ. 11-15. ലെവന് ജയിക്കാൻ 16 റൺസ് ഒരു ഓവറിൽ. ലെവൻ സ്പിന്നറാണ്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ബോൾ സിംഗിൾ റൺ. 1 ബോൾ 1 റൺസ്. 4 വൈഡ് ബോൾ. നോ ബോളാണ്. എടേ ശ്രീകാന്തിന് അത് ഇതാണെങ്കിൽ ഇതും ബോൾ തന്നെ. എനിക്ക് നോ ബോൾ ആയിരുന്നു. ബോള് നോ ബോളാ നോ ബോൾ തന്നെ. എനിക്ക് നേരത്തെ നോ ബോൾ തന്നെ. ഇത് ബോൾ തന്നെ. നോ ബോള് അല്ലല്ല, ബോൾ തന്നെ. ഡിപ്പടിച്ചേ എന്തിനു ഇത്? നോ ബോളാണ്. എടേ എങ്കിൽ അവന് നോ ബോൾ കൊടുക്കണ്ടേ? ഇത് ഇതേപോലെ അവന് വന്നത്. നീ അല്ലേ പറഞ്ഞ അവന് വന്ന പോയതെന്ന്? എടേ ഇത് തന്നെ അവനും ചെയ്തത്. നീ അല്ലേ പറഞ്ഞ നോ ബോൾ? സിക്സ്. 4. ദാറ്റ്സ് എ വിക്കറ്റ്. ഇപ്പം ഒരു വിക്കറ്റിന് കഴിഞ്ഞിട്ട് 13 റൺസാണ്. ലാസ്റ്റ് ബോൾ 2. ഓക്കെ 15. 15. സ്കോർസ് ആർ ലെവൽ. സ്കോർ ലെവൽ. അഖിൽദാസും ബിആറും ഒരേ സ്കോർ. അങ്ങനെ 1 vs 3 ഫൈനൽ കളി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, അതെ, അങ്ങനെ ഫൈനൽ വിനു ആണ് ബോൾ ചെയ്തത്. നമ്മൾ 3 പേരും ബാറ്റ് ചെയ്തു. അങ്ങനെ ഒരു ടൈ മാച്ചാണ് അവസാനം കിട്ടിയത്. നമ്മളുടെ ബിആറും നമ്മളുടെ അഖിൽദാസും 15 റൺസ് അടിച്ച് സ്കോർ ടൈ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഷെയർ ചെയ്യണോ അതോ എനിക്ക് തരണോ? നമുക്ക് 2 പേരും കൂടി കൊടുക്കാം. അപ്പൊ വിജയികളായ അഖിൽദാസും ബിആറും ഇത് പങ്കിട്ടെടുക്കേണ്ടതാണ്. അപ്പൊ ഗൈസ് നമ്മുടെ 1 vs 3 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 1 vs 3 സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? നല്ലൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.